നമസ്തേ ഡോക്ടർ. നമസ്തേ. ഡോക്ടർ, ഈ ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം മൂലം കുട്ടികളിൽ എന്തെങ്കിലും ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവോ? തീർച്ചയായും ഉണ്ടാവും ഡോക്ടറെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് മിക്കവാറും കണ്ടുവരുന്നത് ഇതിൻ്റെ ബേസ് ലൈനിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ബിഹേവിയർ ഇഷ്യൂസ് വരും. അതായത് നമ്മളതിൽ വർക്ക് ചെയ്യേണ്ടത് ഒരു ഗട്ട് കറക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലായതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് തന്നെ അതിനകത്ത് ഒരുപാട് അനുഭവങ്ങളുള്ളത്, നമ്മളിത് പ്രോപ്പറായിട്ട് ചെയ്ത് ഗട്ട് കറക്റ്റ് ചെയ്ത് വിട്ടിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നൊരു ആൻറ്റിബയോട്ടിക് എടുത്താൽ ഈ കിട്ടിയ കാര്യങ്ങൾ മുഴുവൻ റിവേഴ്സിബിൾ ആയി പോകുന്നുണ്ട്. അതായത് ഹൈപ്പർ ആക്ടിവിറ്റിക്ക് മാത്രമല്ല, ആ കുട്ടിയുടെ ഒരു സ്റ്റെബിലിറ്റി, ഒരു അവെയർനെസ്, ഒരു ഒരു എന്താ പറയുക, നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഫോളോയിങ്, കമാൻഡ് ഫോളോയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതിന് വളരെ വ്യത്യാസം വരുന്നു. ഇത് വ്യത്യാസം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഗട്ട് ഫ്ലോറയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അതായത് ഗട്ട് ഫ്ലോറ കുറച്ചുകൂടെ pH അസിഡിക് ആവുകയും അവിടെ ഉണ്ടാവുന്ന ആ ഒരു വ്യതിയാനം മൂലം കുട്ടിയുടെ ഈ പറഞ്ഞ ഇമോഷൻസിനെയും ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത് ഗട്ട് കറക്ഷൻ ആണ്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തെളിയിക്കുന്ന കാര്യമാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും പേരൻസിനോട് പറയാറുണ്ട്, നമുക്ക് ആൻറ്റിബയോട്ടിക്കിനോട് വിരോധമൊന്നുമില്ല, പക്ഷേ അത് റാഷണലായിട്ട് അല്ലെങ്കിൽ ഇറാഷണലായിട്ട് അത് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒരു പ്രോപ്പർ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ആൻറ്റിബയോട്ടിക് കൊടുക്കുക. അത് ഒഴിവാക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പം കുറേ കാലം, മേ ബി ഒരു 1-1.5-2 മാസത്തോളം അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. എന്നാൽ ഇത് കറക്റ്റായി വരുള്ളൂ. അപ്പോൾ കഴിയുന്നതും അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അത്രയും നീഡി ആയിട്ടുള്ള സന്ദർഭത്തിൽ കൊടുത്തേ മതിയാവുള്ളൂ. ഓക്കെ.